സാംസങ്ങിൻ്റെ ഒരു ടി വിയാണ് 32 ടി വി പാഡ്സ കമ്പുമാണ്. ഇതിലുള്ള SMBS അതേപോലെ മദർ ബോർഡ് പാനൽ കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടിയ ടി വിയാണ്. റിലേറ്റീവിൻ്റെ കംപ്ലീറ്റ് അഴിച്ച് പൊളിച്ച് കംപ്ലീറ്റ് പാഡ്സൊക്കെയാണ്. ഇപ്പോൾ ഒരു സെക്ഷൻ അഴിച്ച് അതിൽ മദർ ബോർഡ് കാണുന്ന കാഴ്ചപ്പാടിലൊന്ന് ക്ലിയറാണ്. അതുപോലെ ചെറിയ സ്പീക്കറുണ്ട്. പിന്നുള്ളൊരു SMBS ആണ്. ഈ SMBSൽ സാധനം ഓണാണ്, പാനൽ കംപ്ലൈൻറ്റ് മാത്രം. മദർ ബോർഡാണ് പാനൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പാനലിൽ മാത്രമേ ഡിസ്പ്ലേ ബോർഡ് പാനലിൽ മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. ഈ SMBS അതേപോലെ മദർ ബോർഡിന് സ്പീക്കേഴ്സിന് കംപ്ലൈൻ്റ് ഇല്ല. ബാക്കിയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ അഴിച്ചെടുക്കുകയാണ്. കംപ്ലീറ്റ് അഴിച്ചെടുക്കുക. സൈഡ് ഇത് പാനൽ കംപ്ലൈൻ്റ് ആണ് മൊത്തമായിട്ട്. ഇനി ഇതിൻ്റെ പാനലിൻ്റെ സൈഡ് കവറാണ് അഴിച്ചെടുക്കുന്നത്. എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വൈറ്റ് പേപ്പർ കാര്യങ്ങൾ ഒക്കെ അഴിച്ചെടുക്കുകയാണ്. ഈ ബോർഡുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇതാണ് ടി വിയുടെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് അഴിച്ചെടുത്ത്. സാംസങ്ങിൻ്റെ ഒരു ടി വി ആയിരുന്നു. ഗൾഫ് സാധനമൊക്കെയാണ്, പക്ഷേ ഗൾഫായിട്ടൊന്നും കാര്യമില്ല. കംപ്ലീറ്റ് അഴിച്ച് പറിച്ചെടുത്ത്. ഇതിൽ വൈറ്റ് പാനലുണ്ട്, അതെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ബാക്കിയുള്ള സ്ക്രാപ്പിന് കൊടുക്കും. ബോർഡുകൾ ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. ബോർഡുകൾ സ്പീക്കേഴ്സിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ സൈഡിൽ അഴിച്ചാ ആ സ്ക്രൂ ഒക്കെ കഴിച്ചില്ലേ? ഒരു 4 സ്ക്രൂ കൂടെ ഉണ്ട്. അതും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴിച്ചെടുക്കാം. ഈ പാനലൊന്നും ഇനിയൊരു ഉപകാരം ഉണ്ടാവില്ല. പാനൽ വരും, അത്യാവശ്യം റേറ്റ് ഉണ്ട്. 7000 രൂപയാണ് പാനൽ വരിക. അത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലത് പഴയ ടി വി ഉപയോഗിക്കണം. ആ ടി വി ഒരു 32,000 രൂപ കൊടുത്ത് വാങ്ങിയാൽ നന്നായിട്ട് യൂസ് ചെയ്യും. എന്നുവെച്ചൊരു 2-3 കൊല്ലത്തിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏകദേശം സാംസങ് അതുപോലെ ഒനിഡ അങ്ങനെയുള്ള അതിൻ്റെ ടി വികളൊക്കെയാണ് ഉപയോഗിക്കൽ. ഇപ്പോൾ ഒരുവിധം വാങ്ങിയവരൊക്കെ 2-3 വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളെ സാധാ CRT ടി വിയുടെ അത്ര ഒക്കില്ല. ഇപ്പോൾ അടുത്ത ഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സൈഡ് കവറാണ്. ഇനി ഈ ഭാഗത്തുള്ള ഇവിടെ കഴിഞ്ഞാൽ പാനൽ പോകുന്നു. ഈ 3 കവറിങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു LED കറക്റ്റായിട്ട് ഇരിക്കാനുള്ളത്. കംപ്ലൈൻ്റ് ആണ് ഈ പാനൽ. ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ധൈര്യത്തിൽ ഇളക്കിയെടുക്കുക. വെച്ചാൽ ആ പൊട്ടിച്ചാൽ കുഴപ്പമില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഏകദേശം ഈ ഒരു പാനലിൽ തന്നെ 7000 രൂപ വരുന്നുണ്ട്. ഇത് വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കൊല്ലം ഓടി എടുക്കേണ്ട സാധനം അഴിച്ചെടുക്കുക പരിപാടിയാണത്. അങ്ങനെ മാറ്റിച്ചു. ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം ഇത് 3 ഷീറ്റ് ഇതിൻ്റെ LEDയുടെ വർക്കിങ്ങിനുള്ള ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അതിൻ്റെ ഒരു ഷീറ്റാണിത്. ഇനി ആവശ്യമുള്ള
ആവശ്യമുള്ള ഷീറ്റാണ്. ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇതിലുള്ള ട്യൂബ് LED ട്യൂബാണിത്. അത് പൊട്ടിക്കരുതിട്ടാ, സാധനം പൊട്ടും. ഈ ട്യൂബ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോഴുള്ള LED-യിലൊക്കെ ഏകദേശം ചെറിയ ചെറിയ റൗണ്ട് ലൈറ്റാണ് വരിക. ട്യൂബിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഇത് നല്ല ക്ലിയറായിട്ട് അഴിച്ചെടുക്കണം. LED-യുടെ റിഫ്ലക്റ്റ് ചെയ്യണ ട്യൂബാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്യൂബ് കാര്യങ്ങളൊക്കെയാണ്. ഇതാവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടും. എനിക്ക് ഈ ഒരു ബോർഡ് മാത്രമേ ആവശ്യമുള്ളൂ. അതിനു വേണ്ടി മാത്രം എടുത്ത അഴിച്ചാണ്. ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചത്തേക്ക് മാറ്റി വെച്ചത്. ഇതാണ് LED ട്യൂബായിട്ട് വരുന്നത്. റൗണ്ടായിട്ട് വരും. ആ റൗണ്ട് കറക്റ്റ് കണക്ഷൻ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കുന്നത്. ഏകദേശം 4 ട്യൂബുണ്ട് ഇതിൽ. വോൾട്ട് കൊടുത്താൽ ഇത് സാധനം വർക്ക് ചെയ്യാനാണ്. പക്ഷേ ഇനി ഈ സാധനമൊക്കെ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടോ അറിയില്ല. ബാക്കിയുള്ള പരിപാടി നോക്കാം. LED ട്യൂബ് വരുന്നത് പൊട്ടി കൈമേലും കാലുമേലും കുത്തിയ നല്ല കംപ്ലൈൻറ്റ് വരും. നല്ല മുറിയാവും ചെയ്യും. വെച്ച് ആവശ്യമുള്ളവർക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള പരിപാടി സാധനങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ വെട്ടിലെടുക്ക് പരിപാടിക്കൊക്കെ പറ്റുന്ന സാധനങ്ങൾ. അതൊക്കെ ഈ ഷീറ്റുകളൊക്കെ. ഓക്കെ, ബൈ.